Next we have some theorems and a definition. First theorem, okay, theorem 1. A necessary and sufficient condition for the existence of a feasible solution to the general transportation problem is that the total supply is equal to total demand. That is if sigma AI is equal to sigma Bj. എന്താണ് തിയറം 1 പറയുന്നത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് തർക്കിച്ച് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? ആ പ്രോബ്ലം ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് തർപ്പിച്ച് പറയണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്, അല്ലെങ്കിൽ സിഗ്മ എ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബി ജെ, അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് തിയറം 1 പറയുക കേട്ടോ. ദി നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചതാണ്, വാട്ട് ഈസ് ദി നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് എ ഫീസിബിൾ സൊല്യൂഷൻ ടു ദി ജനറൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഒറ്റ വേർഡേ ഉള്ളൂ. ദി നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സൊല്യൂഷൻ ഓഫ് എ ജനറൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ദാറ്റ് ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. തിയറം 2 പറയുന്നത് എന്താണ്? നമുക്കൊരു എം ഒറിജിൻസും എം സോഴ്സസും എൻ ഡെസ്റ്റിനേഷൻസും ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. എം സോഴ്സസ് ഉണ്ട്, അത് S1 S2 എക്സെട്ര SM. അതുപോലെ തന്നെ എൻ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, D1 D2 എക്സെട്ര DN. അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിലെ ഏത് സ്റ്റേജിൽ നമ്മൾ നോക്കിയാലും M+N-1 ബേസിക് വേരിയബിൾസ് ഉണ്ടായിരിക്കണം. M+N-1 ബേസിക് വേരിയബിൾസ് ഏത് ഇന്റർമീഡിയറ്റ് ഐറ്ററേഷൻ ചെക്ക് ചെയ്താലും അത്രയും വേരിയബിൾസ് ബേസിക് വേരിയബിൾസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് തിയറം 2 പറയുക. ദി നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് of the general transportation problem at any stage of the feasible solution, first iteration, second iteration, ഏത് iteration ആണെങ്കിലും വേണ്ടില്ല, must be equal to M+N-1. ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ എത്ര ബേസിക് വേരിയബിൾസ് വേണം? M+N-1. M+N-1 കുറവാണ് ബേസിക് വേരിയബിൾസ് എങ്കിൽ നമ്മൾ അതിനെ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. എക്സാമിനേഷന് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ? എന്താണ് എഴുതേണ്ടത്? If the number of basic variables is less than M+N-1, then the solution is said to be degenerate basic feasible solution. അവിടെ M എന്താണ്, N എന്താണ്? M എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സോഴ്സസ് ആണ്. S1 S2 എക്സെട്ര M സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ M റോസ് ഉണ്ട്. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ് ആണ്. D1 D2 എക്സെട്ര DN ഡെസ്റ്റിനേഷൻസ് ആണ്. സോ M+N-1 അത്രയും വേരിയബിൾസ് ബേസിസിൽ ഉണ്ടായിരിക്കണം. അത്രയും വേരിയബിൾസ് ബേസിസ് ഇല്ല എങ്കിൽ solution is called a degenerate basic feasible solution. Next we will discuss the different methods for finding an initial basic feasible solution to the general transportation problem. നമുക്ക് 3 methods ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. Methods of finding an initial basic feasible solution. First method ആണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് നമ്മുടെ മെട്രിക്സ് മിനിമം മെത്തേഡ്. തേർഡ് മെത്തേഡ് ആണ് നമ്മുടെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഷോർട്ട് ഫോം VAM. നമ്മുടെ സിലബസിൽ ഈ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. These are 3 different methods for finding an initial basic feasible solution to the general transportation problem. നമ്മൾ ആദ്യമേ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രോബ്ലം എന്താണ്? Determining an initial basic feasible solution to the following transportation problem using north west corner method. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൻ്റെ ഒരു അൽഗോരിതം നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതനുസരിച്ച് നമുക്കിതൊന്ന് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ആദ്യമേ തന്നെ തിയറം 1 അനുസരിച്ച് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ടോട്ടൽ അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ റിക്വയർമെൻ്റ് ആണോ?
total supply is equal to total demand ആണോ? What is total supply? 14 plus 16 plus 5. 14 plus 16 plus 5 is equal to 35. Total supply is equal to 35. What is total demand? 6 plus 10 plus 15 plus 4, which is also 35. So total supply is equal to total demand, which is equal to 35. So the problem is sigma ai is equal to sigma bj. So the problem is a balanced transportation problem. So according to theorem 1, this transportation problem has a solution. ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് ലെഫ്റ്റ് മോസ്റ്റിലേക്ക് പോകുന്നതാണ് നോർത്ത് വെസ്റ്റ് കോർണർ അല്ലേ? ഏറ്റവും ടോപ്പിലേക്ക് പോവുക, പിന്നെ അവിടുന്ന് ലെഫ്റ്റ് മോസ്റ്റ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടേബിൾ നോക്കുക. ദിസ് ഇസ് ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഈ കോർണറാണ്, ഈ സെല്ലാണ് അല്ലേ? നോർത്ത് വെസ്റ്റ് കോർണർ. ഈ കോർണറിൽ മാക്സിമം അലോക്കേഷൻ നടത്തണം. എത്രയാണ് മാക്സിമം അലോക്കേഷൻ നടത്തുക? S1ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 14 ആണ്. D1ന്റെ റിക്വയർമെന്റ് 6 ആണ്. അപ്പോൾ ഈ S1ലേക്ക്, ഈ ഒരു സെല്ലിലേക്ക് കൊടുക്കാവുന്ന പരമാവധി അലോക്കേഷൻ എത്രയാണ്? അതിനൊരു ഫോർമുലയേ ഉള്ളൂ, H11. ഇവിടെ H11ന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. H11 എന്തായിരിക്കണം? വിച്ച് ഈസ് ബിലോ 14 ആൻഡ് ബിലോ 6. 14നേക്കാളും താഴെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ആയിരിക്കണം അല്ലേ? സോ H11 എന്ന് പറയുന്നത് 10 ആകാൻ പറ്റുമോ? H11 10 ആകാൻ പറ്റുമോ? കാരണം ഇല്ല. കാരണം എന്താണ്? ഇവിടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 14 ഉണ്ട്. ആ 14ൽ ഒരു 10 യൂണിറ്റ്സ് കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല, ഓക്കെ. പക്ഷേ D1ന്റെ റിക്വയർമെന്റ് 6 ഉള്ളൂ. ഈ D1ന്റെ റിക്വയർമെന്റ് 6 ഉള്ളൂ എങ്കിൽ ഇവിടെ എങ്ങനെയാണ് 10 കൊടുക്കാൻ സാധിക്കുക? പരമാവധി 6 കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ H11ന് നമുക്ക് പകരം ഒരു 20 കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? S1ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 14 ആണ്. S1ൽ നിന്ന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 14 യൂണിറ്റ്സ് ആണെങ്കിൽ 20 യൂണിറ്റ്സ് എങ്ങനെയാണ് S1ൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? സോ S1 20 അല്ല. പിന്നെ എന്താണ് അത്? 0 ആണോ 1 ആണോ 2 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? H11ന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വിച്ച് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ്, സാധാരണ ഒരു ജനറൽ ഫോർമുല ഇതാണ്, Xij ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് അവൈലബിലിറ്റി ആൻഡ് റിക്വയർമെന്റ്. Xij ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് അവൈലബിലിറ്റി ആൻഡ് requirement. So H11 is equal to minimum of A1, B1. A1 14 ആണ്, B1 6 ആണ്. So this is equal to minimum of A1 is 14 and B1 is 6, which is equal to 6. H1ന്റെ വാല്യൂ എന്താ? H11ന്റെ വാല്യൂ എന്താണ്? 14ന്റെയും 6ന്റെയും മിനിമം ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ട അലോക്കേഷൻ, which is equal to 6. എന്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചേ? S1ൽ നിന്ന് D1ലേക്ക് 6 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? D1ന്റെ റിക്വയർമെന്റ് 6 ആയിരുന്നു. ആ റിക്വയർമെന്റ് മുഴുവനോടെ നമ്മൾ ഇവിടെ ചെലവഴിച്ചു. ഇനിയിപ്പം D1ലേക്ക് മറ്റ് സോഴ്സിൽ നിന്നൊന്നും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. സോ ദിസ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദ റിക്വയർമെന്റ് അറ്റ് ദി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ അലോക്കേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. 6 യൂണിറ്റ്സ് D1ലേക്ക് കൊടുത്തു. 6 യൂണിറ്റ്സ് ആണ്. D1ന്റെ റിക്വയർമെന്റ് തന്നെ 6 ആയിരുന്നു. അതുകൊണ്ട് ഇനി S2ൽ നിന്ന് D1ലേക്കോ S3ൽ നിന്ന് D1ലേക്കോ ഇനി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദ റിക്വയർമെന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ D1. ഇനി S1 എന്താണ്? S1ൽ 14 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. 14 യൂണിറ്റ്സിൽ നിന്ന് 6 യൂണിറ്റ്സ് ഓൾറെഡി ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട്? 14 യൂണിറ്റ്സിൽ നിന്ന് ബാക്കി എത്രയുണ്ട്? 14 - 6, that is 8. ഇനി S1ൽ നിന്ന് D2ലേക്കോ D3ലേക്കോ D4ലേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 8 യൂണിറ്റ്സ് നിന്ന് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. 14 യൂണിറ്റ്സ് ഇല്ല. 14 യൂണിറ്റ്സിൽ നിന്ന് 6 യൂണിറ്റ് ഓൾറെഡി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുക അടുത്ത അലോക്കേഷൻ ഏതാണ്? അടുത്ത അലോക്കേഷൻ ഏതാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണോ അതോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണോ? നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? S2ൽ നിന്ന് D1ലേക്ക് കൊടുക്കാൻ പറ്റുമോ? D1ന്റെ റിക്വയർമെന്റ്സ് മുഴുവനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി D1ലേക്ക് ഒരു സോഴ്സിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ താഴേക്ക് നമുക്ക് പോകാൻ പറ്റിയല്ല, റൈറ്റിലേക്കേ പോകാൻ പറ്റുള്ളൂ. റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ S1ൽ നിന്ന് D2ലേക്ക് കൊടുക്കാം. S1ൽ നിന്ന് D2ലേക്ക് എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം? S1ന്റെ റിമൈനിങ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. D2ന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 10 ആണ്. സോ വാട്ട് ഈസ് ദി അലോക്കേഷൻ ഹിയർ? Minimum of 8 and 10. What is the minimum of 8 and 10? So H12 is equal to minimum of
remaining allocation, remaining availability 8 comma and requirement which is equal to 8. അപ്പോൾ 8 യൂണിറ്റ്സ് നമുക്ക് S1 നിന്ന് D2 ലേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? ഈ 8 യൂണിറ്റ്സ് നമ്മൾ S1 നിന്ന് D2 ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ദിസ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി എക്സ്ഹോസ്റ്റഡ് the availability of the first source. This allocation is completely exhausted the availability of the first source. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? S1 ൽ നിന്ന് ഇനി D3 ലേക്കോ D4 ലേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. S1 ൽ നിന്ന് D3 ലോട്ടും D4 ലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇവിടെ അവശേഷിക്കുന്നില്ല. ഒരു അവൈലബിലിറ്റി ഇനി ബാലൻസ് ഇല്ല. മറ്റൊരു കാര്യം നോക്കിക്കേ, S1 ലെ മാക്സിമം അലോക്കേഷൻ, മാക്സിമം അവൈലബിലിറ്റി 14 ആയിരുന്നു. S1 ന്റെ മാക്സിമം അവൈലബിലിറ്റി 14 ആയിരുന്നു. അത് D1 ലേക്കും D2 ലേക്കുമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. D1 ലേക്ക് 6 യൂണിറ്റ്സും D2 ലേക്ക് 8 യൂണിറ്റ്സും. അപ്പോൾ 6 + 8 14 യൂണിറ്റ്സ് ആയി. പിന്നെ ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയല്ല. S1 നിന്ന് D3 ലോട്ടോ D4 ലോട്ടോ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ല. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, 8 യൂണിറ്റ്സ് S1 നിന്ന് D2 ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. D2 ന്റെ റിക്വയർമെന്റ് എത്രയായിരുന്നു? 10 ആയിരുന്നു. ഈ 10 യൂണിറ്റ്സിൽ 8 യൂണിറ്റ്സ് ആണ് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തത്. സോ ദിസ് അലോക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദ റിക്വയർമെന്റ്. മുഴുവനായിട്ടും റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. 10 8 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് റിമൈനിങ് റിക്വയർമെന്റ് ഈസ് 2. ഓക്കെ, ഇനി എങ്ങോട്ടേക്ക് പോകണം? റൈറ്റിലേക്ക് പോകണോ താഴേക്ക് പോകണോ? റൈറ്റിലേക്ക് പോകണമെങ്കിൽ അവൈലബിലിറ്റി ബാലൻസ് വേണം, ഇല്ല. താഴേക്ക് പോകണമെങ്കിൽ റിക്വയർമെന്റ് ബാലൻസ് വേണം. റിക്വയർമെന്റ് നമുക്ക് 2 യൂണിറ്റ്സും കൂടി ഉണ്ട്. ഇവിടുന്ന് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയല്ല, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പറ്റുകയുള്ളൂ. സോ ദിസ് ഈസ് ദി നെക്സ്റ്റ് സെൽ. നെക്സ്റ്റ് സെൽ നോക്കി S2 ൽ നിന്ന് D2 ലേക്ക്. ഇവിടെ എക്സ് സെക്കൻഡ് റോയിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്ക് X22. X22 വാല്യൂ എത്രയാണ്? X22 വാല്യൂ അവൈലബിലിറ്റി എത്രയാണ്? 16. D2 ന്റെ റിക്വയർമെന്റ് എത്രയാണ്? റിമൈനിങ് റിക്വയർമെന്റ് 2 ആണ്. സോ മിനിമം ഓഫ് 16 and 2 is the allocation here. What is the minimum of 16 and 2? 16ന്റെയും 2ന്റെയും ചെറുത് ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ 2 ആണ് അല്ലേ? സോ 2 is the allocation here. This allocation completely satisfies the requirement, but it is not completely exhausted the availability. 16 units in the 2 units എടുത്തുള്ളൂ. So balance we have 14 units. This allocation completely satisfies this requirement. This allocation is not completely exhaust the availability. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, താഴേക്ക് പോകാൻ പറ്റത്തില്ല കാരണം റിക്വയർമെന്റ് ഇല്ല. 10 യൂണിറ്റ്സ് ആയിരുന്നു D2 ന്റെ റിക്വയർമെന്റ്സ്. അത് S1 ൽ നിന്ന് 8 യൂണിറ്റ്സും S2 ൽ നിന്ന് D2 യൂണിറ്റ്സും കൂടെ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ D2 ന്റെ കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് ആയി. അപ്പോൾ താഴേക്കുള്ള മൂവ്മെന്റ് ഇനി പോസിബിൾ അല്ല. റൈറ്റിലേക്കുള്ളതോ? റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൈനിങ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, നെക്സ്റ്റ് അലോക്കേഷൻ ഈ സെല്ലിലാണ്. ഇവിടുത്തെ അലോക്കേഷൻ എത്രയാണ്? മിനിമം ഓഫ് 14, റിമൈനിങ് അവൈലബിലിറ്റി 14 ആണ്. D3യുടെ റിക്വയർമെന്റ് എത്രയാണ്? 15. സെക്കൻഡ് റോയും തേർഡ് കോളവും ആയതുകൊണ്ട് S23യുടെ വാല്യൂ ആണ് നമ്മൾ എഴുതുക. സെക്കൻഡ് റോ തേർഡ് കോളം. ഫസ്റ്റ് ഇൻഡെക്സ് റെപ്രസെന്റ് ദി റോ, സെക്കൻഡ് ഇൻഡെക്സ് റെപ്രസെന്റ് ദി കോളം. സോ X23യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മിനിമം ഓഫ് ദി റിമൈനിങ് അവൈലബിലിറ്റി ആൻഡ് റിക്വയർമെന്റ്. 14ന്റെയും 15ന്റെയും മിനിമം എത്രയാണ്? 14 ആണ്. സോ 14 is the allocation in this cell. So this allocation completely exhausts the availability of S2, and we have this allocation is not completely satisfied the requirement at D3. So we have remaining requirement 1. Okay, പിന്നെ ഫോർവേഡ് പറ്റത്തില്ല കാരണം ഇവിടെ അവൈലബിലിറ്റി ഇല്ല. താഴേക്ക് പറ്റുകയുള്ളൂ. താഴേക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത അലോക്കേഷൻ ഇവിടെ അല്ലേ, താഴേക്ക് പോകുന്നു. ഇവിടെ ഈ സെല്ലിൽ നോക്കി, തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ X33 ആണ് കണ്ടുപിടിക്കേണ്ടത്. X33 തേർഡ് റോ തേർഡ് കോളം. What is the value of X33? X33 is the minimum of availability and remaining requirement. Minimum of 5 and 1. 5ന്റെയും 1ന്റെയും മിനിമം എടുത്തത് ഏതാണ്? 1 ആണ്. So this allocation completely satisfies this requirement, and we have the remaining availability 4. പിന്നെ താഴേക്കില്ല, മുകളിലേക്ക് ഫോർവേഡ് ഡയറക്ഷനേ ഉള്ളൂ. ലാസ്റ്റ് അലോക്കേഷൻ ഈ സെല്ലിലേക്കാണ്. അലോക്കേഷൻ എത്രയാണ്? ദ തേർഡ് റോ ഫോർത്ത് കോളം ആണ്. സോ X34ന്റെ വാല്യൂ ഏതാണ്? മിനിമം ഓഫ് 4 and 4 which is 4. This allocation completely satisfies the availability and requirements.
നമ്മുടെ പ്രോബ്ലം തീർന്നു. നമ്മുടെ പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ ആയല്ലേ? സൊല്യൂഷൻ എന്താണെന്ന് പറയാമോ? സൊല്യൂഷൻ എന്താണെന്ന് പറയാമോ? h11ന്റെ വാല്യൂ എന്താണ്? h1ന്റെ വാല്യൂ 6 ആണ്. h12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, h12ന്റെ വാല്യൂ 8 ആണ്. h22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം, h22ന്റെ വാല്യൂ 2 ആണ്. യെല്ലോ കളർ കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് അലോക്കേഷൻ. സെക്കൻഡ് റോ തേർഡ് കോളം, s23 is equal to 14. Then third row third column, s33 is equal to 1. And third row fourth column, h34 is equal to 4. So this is the solution. So what is the total transportation cost? Transportation cost is equal to എങ്ങനെ കണ്ടുപിടിക്കാം? 6 into ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ചിലവ് 6 ആണ് എങ്കിൽ 6 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്താൽ കോസ്റ്റ് എത്രയാകും? 6 into 6 അല്ലേ? 6 into 6 എത്രയാണ്? പ്ലസ് അടുത്ത് നോക്കിക്കേ, S1 നിന്ന് D2ലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് 4 ആണ്. അങ്ങനെയെങ്കിൽ 8 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 8 into 4 എത്രയാണ് കണ്ടുപിടിക്കുക. സിമിലർലി വി ഹാവ് ഫ്രം S2 നിന്ന് D2ലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചിലവ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് എത്രയാകും? That is 2 into 9. Then S2 നിന്ന് D3ലേക്ക് 14 into 2 പ്ലസ് S3 നിന്ന് D3ലേക്ക് 1 into 6 പ്ലസ് S3 നിന്ന് D4ലേക്ക് 4 into 2. ഇതിന്റെ ആൻസർ ആണ് നമ്മുടെ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 36 plus 32 plus 18 plus 28 plus 6 plus 8. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതിന്റെ സം കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഈ പ്രോബ്ലം തീർന്നു. വളരെ സിമ്പിൾ ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കേ, എത്ര ബേസിക് വേരിയബിൾസ് ഉണ്ട്? 1 2 3 4 5 6 ബേസിക് വേരിയബിൾസ് ഉണ്ട് അല്ലേ? എത്ര റോസ് ഉണ്ട്? വാട്ട് ഈസ് m? Number of rows, S1, S2, S3, 3 rows ഉണ്ട്. What is the value of n? എത്ര ഡെസ്റ്റിനേഷൻസ് ഉണ്ട്? n is equal to എത്രയാ? 1 2 3 4 4 rows 4 columns ഉണ്ട്. So what is the value of m plus n minus 1 which is equal to 3 plus 4 minus 1 which is equal to 6. എത്ര ബേസിക് തിയറം നോക്കി, തിയറം 2 പറയുന്നത് എന്താണ്? എത്ര ബേസിക് വേരിയബിൾസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു നിമിഷം നമുക്ക് തിയറം 2ലേക്ക് നോക്കിക്കേ. തിയറം 2, the number of basic variables of the general transportation problem at any stage of feasible solution must be equal to m plus n minus 1. ഏത് സ്റ്റേജ് എടുത്ത് നോക്കിയാലും ബേസിക് വേരിയബിൾസിന്റെ എണ്ണം m plus n minus 1 ആണ്. ഇവിടെ m plus n minus 1ന്റെ വാല്യൂ 6 ആണ്. അതുകൊണ്ട് 6 ബേസിക് വേരിയബിൾസ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ എഴുതാത്ത വേരിയബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോൺ ബേസിക് വേരിയബിൾസ് ആണ്. അതിന്റെ വാല്യൂ ഡിഫോൾട്ട് ആയിട്ട് 0 ആണ് അല്ലേ? h13 ഇവിടെ എഴുതിയിട്ടുണ്ടോ? h13 എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് ബേസിസിലുള്ള വേരിയബിൾ അല്ല. That means its value is 0. ബേസിക് വേരിയബിൾസിന്റെ എണ്ണം എപ്പോഴും m plus n minus 1 ആയിരിക്കണം. m represents the number of rows and n represents the number of columns. Okay, thank you. Next we will discuss the second method of finding an initial basic feasible solution, that is matrix minimum methods. Matrix minimum method ഉപയോഗിച്ച് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Find an initial basic feasible solution to the following transportation problem using matrix minimum methods. We have 3 sources and 4 destinations. The availability at the first source is 6, availability at the second source is 8, availability at the third source is 10. Similarly, the requirements at D1, D2, D3, D4 are 4, 6, 8 and 6 respectively. Now first we will check whether this transportation problem is a balanced transportation problem or an unbalanced transportation problem. For that, first what is the total availability? Total supply is equal to sigma AI is equal to 6 plus 8 plus 10 which is equal to 24. And what is total demand? Total demand is equal to sigma Bj which is equal to 4 plus 6 plus 8 plus 6
which is equal to 24. So here total supply is equal to total demand, therefore the problem is balanced. Sigma AI is equal to sigma Bj, which implies the Tp is a balanced transportation problem. Therefore, according to theorem 1, this problem has a solution. നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഉറപ്പായി. അതുകൊണ്ട് ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മെട്രിക്സ് മിനിമം മെത്തേഡ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മെട്രിക്സ് മിനിമം മെത്തേഡ് എങ്ങനെയാണ് മെട്രിക്സ് മിനിമം മെത്തേഡ്? മെട്രിക്സ് മിനിമം മെത്തേഡ് ഇതിനു മുമ്പ് പഠിച്ച മെത്തേഡ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആയിരുന്നു. നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് പോകുന്ന മെത്തേഡിലായിരുന്നു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. നോർത്ത് വെസ്റ്റ് കോർണറിൽ തുടങ്ങി നമ്മൾ സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നു നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. പക്ഷേ മെട്രിക്സ് മിനിമം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അലോക്കേഷൻ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് അലോക്കേഷൻ എങ്ങോട്ടായിരിക്കണം? ഈ മെട്രിക്സിൽ നോക്കുക. മെട്രിക്സിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെൽ ഏതാണോ ആ സെല്ലിലേക്കാണ് ആദ്യത്തെ അലോക്കേഷൻ കൊടുക്കുക. ഇവിടുത്തെ കോസ്റ്റ് 1 ആണ്, ഇവിടുത്തെ 2 ആണ്, 3, 4, ഇവിടെ കോസ്റ്റ് 4, കോസ്റ്റ് 3, കോസ്റ്റ് 2, കോസ്റ്റ് 0, ഇവിടെ കോസ്റ്റ് 0, കോസ്റ്റ് 2, കോസ്റ്റ് 2, കോസ്റ്റ് 1. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് ഇതാണ്. 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഈ സെല്ലിൽ വേണേൽ നടത്താം, അല്ലെങ്കിൽ ഈ സെല്ലിൽ വേണേൽ നടത്താം. ഒരു ടൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ടൈ വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. യു ക്യാൻ ബ്രേക്ക് ദിസ് ടൈ ബൈ ചൂസിങ് വൺ ഓഫ് ദം ആർബിറ്റർലി. വേണമെങ്കിൽ ഈ സെല്ല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ സെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ടൈ ബ്രേക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഈ സെല്ലാണ് ആദ്യമേ ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ സെൽ, ഫസ്റ്റ് സെൽ, ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെൽ ഏതാണോ അവിടെ ആദ്യത്തെ അലോക്കേഷൻ കൊടുക്കുന്നു. ഇവിടുത്തെ അലോക്കേഷൻ ഏതാണ്? അവൈലബിലിറ്റി 8 ആണ്, റിക്വയർമെന്റ് 6 ആണ്. അവൈലബിലിറ്റിയുടെയും റിക്വയർമെന്റിന്റെയും മിനിമം വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഏതിന്റെ വാല്യൂ ആണ് വരിക? സെക്കൻഡ് റോ ഫോർത്ത് കോളം X24ന്റെ വാല്യൂ ആണ് എഴുതേണ്ടത് അല്ലേ? X24ന്റെ വാല്യൂ ഏതാണ്? വിച്ച് ഈസ് മിനിമം ഓഫ് 8 ആൻഡ് 6. മിനിമം ഓഫ് 8 ആൻഡ് 6 ഈസ് 6. സോ X24ന്റെ വാല്യൂ കിട്ടി. സോ ദിസ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദിസ് റിക്വയർമെന്റ്. അതുകൊണ്ട് ഇനി D4ലേക്ക് ഒരു ഫർദർ അലോക്കേഷൻ സാധ്യമല്ല. But this allocation is not completely exhausted. So remaining allocation, remaining availability is 8 minus 6, that is 2. രണ്ട് അലോക്കേഷൻ കൂടെ, രണ്ട് അവൈലബിലിറ്റിയും കൂടെ അവിടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് അലോക്കേഷൻ കൊടുത്തു. സെക്കൻഡ് അലോക്കേഷൻ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? റിമൈനിങ് സെല്ലൊക്കെ നോക്കാം. റിമൈനിങ് സെൽ, ഈ സെല്ല് ഒഴികെ ബാക്കിയുള്ള റിമൈനിങ് സെല്ലിലെ ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെൽ ഏതാണ്? ഐഡന്റിഫൈ ദി സെൽ ഹാവിംഗ് ദ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഈ 0 കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോസ്റ്റ് ഇതാണ്, 0 ആണ്. ഇവിടെ അലോക്കേഷൻ കൊടുക്കാം. ഇവിടുത്തെ അലോക്കേഷൻ എത്രയായിരിക്കും? then second least cost cell is this one. ഇവിടുത്തെ അലോക്കേഷൻ എത്രയായിരിക്കും? which is the minimum of the availability and the requirement. ഇവിടെ എഴുതേണ്ട വാല്യൂ ഏതാണ്? ഏതിന്റെ വാല്യൂ ആണ്? തേർഡ് റോ ഫസ്റ്റ് കോളം X31ന്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഓഫ് 10 ആൻഡ് 4. 10ന്റെയും 4ന്റെയും മിനിമം എത്രയാണ്? 10ന്റെയും 4ന്റെയും മിനിമം 4 ആണ്. സോ X31ന്റെ വാല്യൂ 4 ആണ്. സോ ദിസ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ദിസ് റിക്വയർമെന്റ്. ബട്ട് the availability is not completely exhausted. Availability 10 യൂണിറ്റ്സിലെ 4 ഉപയോഗിച്ചുള്ളൂ, ബാക്കി 6 കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല് 0 ആയിരുന്നു, അത് രണ്ടും കണ്ടുപിടിച്ചു. ഇനി ബാലൻസ് ആയിട്ടുള്ള സെല്ലുകൾ നോക്കുക. ബാലൻസ് സെല്ലുകളിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലുകൾ ഏതാണ്? ഏറ്റവും നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? രണ്ട് സെല്ലുകളുണ്ട്. അപ്പോൾ ഒരു ടൈ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം, ഏത് റൂൾ ഉപയോഗിച്ചുകൊണ്ടും ബ്രേക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ അലോക്കേഷൻ പോസിബിൾ ആണോ? ഇവിടെ അലോക്കേഷൻ പോസിബിൾ ആണ്. റിക്വയർമെന്റ് 6 യൂണിറ്റ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ ഒരു സെല്ലിലേക്ക് D4ലേക്ക് വേറെ ഒരു അലോക്കേഷൻ പോസിബിൾ അല്ല. അവിടുത്തെ റിക്വയർമെന്റ് 6 ആയിരുന്നു, അത് ഓൾറെഡി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ സെല്ലിലേക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ഒന്നും അലോക്കേഷൻ സാധ്യമല്ല. അതുകൊണ്ട് ഇനി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സെൽ ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് സെൽ 1 ആണ്. ഇവിടുത്തെ ഏത് വേരിയബിൾ ആണ് ഇവിടെ ഉള്ളത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം X11ന്റെ വാല്യൂ എന്തായിരിക്കും? X11ന്റെ വാല്യൂ ഏതായിരിക്കും? മിനിമം ഓഫ് 6 ആൻഡ്
മിനിമം ഓഫ് 4. പക്ഷേ 4 ഓൾറെഡി ഇങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. D1 ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് 4 ആയിരുന്നു. 4 ഓൾറെഡി S3 D1 സെല്ലിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ അലോക്കേഷനും പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ സെല്ലും ഇനി നമുക്ക് ഫ്യൂച്ചറിൽ പരിഗണിക്കാൻ പറ്റിയല്ല. ഇപ്പോൾ 1 കഴിഞ്ഞു. ഇനി ഏതാ വേറെ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ്? 1 നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. 1 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് 2 ആണുള്ളത് അല്ലേ? 2 ഇവിടെ ഒരു 2 ഉണ്ട്, 2 സെല്ലാണ്. ഇവിടെയും ഈ സെല്ലിൻ്റെ കോസ്റ്റ് 2 ആണ്. ഇവിടെയും സെല്ലിൻ്റെ കോസ്റ്റ് 2 ആണ്. ഇവിടെയും സെല്ലിൻ്റെ കോസ്റ്റ് വാല്യൂ 2 ആണ്. അതുകൊണ്ട് 4 സെല്ലുകൾ കോസ്റ്റ് 2 ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു സെല്ല് നിങ്ങൾക്ക് ആർബിട്രറിലി ചൂസ് ചെയ്യാം. ഏത് വേണേലും ടൈ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഏത് സെല്ല് വേണേലും. ഏത് സെല്ലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? നമുക്ക് ആർബിട്രറി പറഞ്ഞ് ചൂസ് ചെയ്തേക്കാം. ഞാൻ ഇത് ചൂസ് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. X12 വാല്യൂ ആണ് അവിടെ വരേണ്ടത്. X12 വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ദി വാല്യൂ ഓഫ് X12 ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് അവൈലബിലിറ്റി 6 ആൻഡ് ദ റിക്വയർമെന്റ് 6. 6ന്റെയും മിനിമം എത്രയാണോ അതാണ് ഇവിടെ വരേണ്ടത്. 6ന്റെയും മിനിമം എത്രയാണ്? 6 തന്നെയാണ്. So the allocation to this cell is 6. So this allocation completely exhausts the availability and at the same time completely satisfied the requirements. ഒരേ സമയം ഈ അലോക്കേഷൻ ഒരേ സമയം അവൈലബിലിറ്റി മുഴുവനായിട്ടും ഉപയോഗിക്കുന്നു, റിക്വയർമെന്റ് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിൽ D2ലേക്ക് മറ്റൊരു അലോക്കേഷൻ പോസിബിൾ അല്ല. S1 നിന്ന് മറ്റൊരു അലോക്കേഷനും പോസിബിൾ അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സെല്ല് കൺസിഡർ ചെയ്തു. അലോക്കേഷൻ തീർന്നിട്ടില്ല. മറ്റ് സെല്ലുകൾ റിമൈനിങ് സെല്ലിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണ്? 1 ഓൾറെഡി പറ്റിയാലും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. 2 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. ഈ സെല്ലും കഴിഞ്ഞ് ബാക്കിയുള്ള ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണ്? ലീസ്റ്റ് കോസ്റ്റ് സെല്ല് ഈ പറയുന്ന 2 തന്നെയാണ്. 3 സെല്ലുകൾ കൂടിയുണ്ട്. ഈ 3 സെല്ലിൽ ഏതെങ്കിലും ഒരു സെല്ല് ആർബിട്രറിൽ ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു സെല്ല് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സെല്ല് ചൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ സെല്ലോ ഒക്കെ ചൂസ് ചെയ്യാം. ഇത് ഏതെങ്കിലും ഒരു സെല്ല് ആർബിട്രറിൽ ചൂസ് ചെയ്യുക. ഈ സെല്ല് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് റോ തേർഡ് കോളം ആണ്. X23 ആണ്. X23 വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഓഫ് ദി റിമൈനിങ് അവൈലബിലിറ്റി ആൻഡ് ദ റിക്വയർമെന്റ് 8. ഇവിടെ വാല്യൂ ഏതാണ്? മിനിമം ഓഫ് 2 ആൻഡ് 8 ഈസ് 2. സോ ദിസ് കംപ്ലീറ്റ്ലി exhausts the availability, but this allocation is not completely satisfied. So remaining requirement is 8 minus 2, that is 6. വീണ്ടും അടുത്ത അലോക്കേഷൻ ഇവിടെ ഏത് സെല്ലിലാണെന്ന് നോക്കുക. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് ഏതാണ്? ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് 2 കഴിഞ്ഞാൽ വീണ്ടും 2 തന്നെയാണ്. രണ്ട് സെല്ലുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. ഈ സെല്ലിലേക്ക് പറ്റത്തില്ല. ഈ സെല്ല് പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ റിക്വയർമെന്റ് 6 ആയിരുന്നു. അത് ഓൾറെഡി മുഴുവനായിട്ട് പരിഗണിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സെല്ലിന് നമുക്ക് ഫ്യൂച്ചറിലെ അലോക്കേഷൻ പറ്റത്തില്ല. പിന്നെ അവശേഷിക്കുന്ന ഈ ഒരു സെല്ലുകൾ മാത്രമേ ഉള്ളൂ. ഈ സെല്ലിൽ എന്ത് അലോക്കേഷനാണ് കൊടുക്കുക? The S3 D3 S3 തേർഡ് റോ തേർഡ് കോളം. X33 വാല്യൂ എന്തായിരിക്കും? മിനിമം ഓഫ് അവൈലബിലിറ്റി, റിമൈനിങ് അവൈലബിലിറ്റി ആൻഡ് റിമൈനിങ് റിക്വയർമെന്റ്, ദാറ്റ് ഈസ് മിനിമം ഓഫ് 6 and 6, that is 6. This allocation completely exhausts and completely satisfies the requirements. ഈ അലോക്കേഷൻ ഒരേ സമയം തന്നെ അവൈലബിലിറ്റി മുഴുവനായിട്ട് വിനിയോഗിക്കുന്നു, റിക്വയർമെന്റ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ എല്ലാ അവൈലബിലിറ്റീസും പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു, റിക്വയർമെന്റ്സും പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അലോക്കേഷൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ദിസ് ഇസ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നമുക്കത് എഴുതാം. So solution is X11 വാല്യൂ ഇവിടെ അലോക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് X11 വാല്യൂ 0 ആണ്. ഇവിടെ ഒരു അലോക്കേഷൻ സെല്ലാണ്. ദിസ് ഈസ് ആൻ ഒക്കുപ്പൈഡ് സെൽ. വാല്യൂസ് ഉള്ളതിനെ ഒക്കുപ്പൈഡ് സെല്ലും മറ്റതിനെയൊക്കെ അൺഒക്കുപ്പൈഡ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ അൺഒക്കുപ്പൈഡ് സെൽ. ദിസ് ഈസ് ആൻ ഒക്കുപ്പൈഡ് സെൽ. ഒക്കുപ്പൈഡ് സെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അതിന്റെ വാല്യൂ X12 ഈസ് ഈക്വൽ ടു 6. ഇതെല്ലാം അൺഒക്കുപ്പൈഡ് സെൽസ് ആണ്. ദിസ് ഈസ് അനദർ ഒക്കുപ്പൈഡ് സെൽ. സെക്കൻഡ് റോയിലെ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ X32 വാല്യൂ 2 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളം ഉണ്ട്. സെക്കൻഡ് റോ തേർഡ് കോളം X23. അതുപോലെ തന്നെ സെക്കൻഡ് റോ ഫോർത്ത് കോളം. സെക്കൻഡ് റോയ്ക്കും ഫോർത്ത് കോളത്തിനും കോമൺ ആയിട്ടുള്ള എൻട്രി, ദാറ്റ് ഈസ് X24 which is equal to 6.
Okay, in x third row first column x 3 1 which is equal to 4. Assignment is 4. Then third row third column x 3 3 which is equal to 6. x 1 2 is 6. x 2 3 is equal to 2. x 2 4 is equal to 6. x 3 1 is equal to 4. x 3 3 is equal to 6. And the transportation cost is equal to, multiply here, 6 into 2 plus 2 into 2 plus 6 into 0 plus 4 into 0 plus 6 into 2 which is equal to 12 plus 4 16 plus 12, that is 28. So the transportation cost is 28. നമുക്ക് സൊല്യൂഷൻ കിട്ടി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ് കിട്ടി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എത്ര റോ ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് റോസ് S1 S2 S3 3 റോസ് ഉണ്ടായിരുന്നു അല്ലേ? m is equal to 3. അതിൻ്റെ എത്ര കോളംസ് ഉണ്ടായിരുന്നു? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. സോ n is equal to 4. സോ m plus n minus 1 is equal to 3 plus 4 minus 1 which is equal to 6 അല്ലേ? ഇപ്പോൾ എത്ര ബേസിക് വേരിയബിൾസ് വേണമായിരുന്നു? ബേസിക് വേരിയബിൾസ് must be equal to 6 ആയിരിക്കണം അല്ലേ? നമ്മുടെ തിയറം 2 പറയുന്നതല്ലേ ബേസിക് വേരിയബിൾസിന്റെ എണ്ണം. ഇവിടെ തിയറം 2 നോക്കിക്കേ. ദി നമ്പർ ഓഫ് തിയറം 2, ദി നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് ഓഫ് ദി ജനറൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി ഫീസിബിൾ സൊല്യൂഷൻ മസ്റ്റ് ബി ഈക്വൽ ടു m plus n minus 1. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലം അനുസരിച്ച്, തിയറി അനുസരിച്ചാണെങ്കിൽ m plus n minus 1 which is equal to 6 ആണ്. സോ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു 6 ആയിരിക്കണം. പക്ഷെ ഇവിടെ എത്രയുണ്ട് ബേസിക് വേരിയബിൾസ്? 1 2 3 4 5 എണ്ണേ ഉള്ളൂ. സോ ഹിയർ number of basic variables is equal to 5 അല്ലേ? which is less than m plus n minus 1. Therefore, what is the conclusion? നമ്മൾ ഇവിടെ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബേസിക് വേരിയബിൾസിന്റെ എണ്ണം m plus n minus 1 ആണ് എങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ് ബേസിക് ഫിസിബിൾ സൊല്യൂഷൻ. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ബേസിക് വേരിയബിൾസിന്റെ എണ്ണം m plus n minus 1-നേക്കാളും കുറവാണെങ്കിൽ number of basic variable is less than m plus n minus 1, then the solution is called a degenerate solution. So here the number of basic variable is less than m plus n minus 1, therefore the solution is a degenerate basic feasible solution. Okay.